ആൻഡ് ഈസി ബൈബിൾ മെമ്മറൈസേഷൻ. നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഈസി ബൈബിൾ മെമ്മറൈസേഷൻ സീരീസിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകളും അധ്യായങ്ങളുടെ എണ്ണവും ഓർത്തുവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വിഷമിക്കേണ്ട. ലളിതവും ക്രമബദ്ധവും എളുപ്പത്തിൽ ഓർത്തുവയ്ക്കാവുന്നതുമായ ഒരു രീതിയിലൂടെ നമുക്ക് ബൈബിൾ പഠിക്കാം. ഈ രീതിയിൽ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമത്തേത് ചാപ്റ്റർ കൗണ്ട്. ഓരോ പുസ്തകത്തിലും എത്ര അധ്യായങ്ങളുണ്ടെന്ന് പഠിക്കാം. രണ്ടാമത്തേത് മലയാളം നെയിം. ഓരോ പുസ്തകത്തിൻ്റെയും മലയാളത്തിലുള്ള പേര് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഇത് സഹായിക്കും. മൂന്നാമത്തേത് ഇംഗ്ലീഷ് നെയിം. അതേ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പേര് ഓർത്തുവയ്ക്കാനും തിരിച്ചറിയാനും ഇത് സഹായിക്കും. ഘട്ടം ഘട്ടമായി ബൈബിളിലെ പുസ്തകങ്ങളും അവയുടെ അധ്യായങ്ങളുടെ എണ്ണവും മലയാളം പേരും ഇംഗ്ലീഷ് പേരും നമുക്ക് പഠിക്കാം. 3-in-1 മെമ്മറി മെത്തേഡ്. ഇത് നമ്മുടെ 3-in-1 മെമ്മറി മെത്തേഡാണ്. 3 കാര്യങ്ങൾ ഒന്നിച്ചു ഓർക്കുന്ന രീതിയാണിത്. ഒന്നാമത്തേത് ചാപ്റ്റർ കൗണ്ട്. ഈ പുസ്തകത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ടെന്ന് ഓർക്കുക. രണ്ടാമത്തേത് മലയാളം നെയിം. പുസ്തകത്തിൻ്റെ മലയാളം പേര് ഓർക്കുക. മൂന്നാമത്തേത് ഇംഗ്ലീഷ് നെയിം. പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പേര് ഓർക്കുക. ഈ 3 കാര്യങ്ങളും ഒന്നിച്ചു ഓർക്കണം. ചാപ്റ്റർ കൗണ്ട്, മലയാളം നെയിം, ദെൻ ഇംഗ്ലീഷ് നെയിം. ഇവ 3ഉം വേർതിരിച്ച് പഠിക്കേണ്ടതില്ല. 3ഉം ഒന്നിച്ച് പഠിക്കുക, ഒന്നിച്ച് ഓർക്കുക. ഇതാണ് നമ്മുടെ 3-in-1 മെമ്മറി മെത്തേഡ്. ഇനി നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ആദ്യത്തെ പുസ്തകം നോക്കാം. ആദ്യത്തെ പുസ്തകം ഏതാണ്? ജനസിസ്, ഉൽപ്പത്തി. ഇനി ഉൽപ്പത്തി പുസ്തകത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 50 അധ്യായങ്ങൾ. ഇത് എളുപ്പത്തിൽ ഓർത്തുവയ്ക്കാൻ നമുക്ക് ഇങ്ങനെ ഓർക്കാം: 50 ഉൽപ്പത്തി ജനസിസ്. അതായത് 50 ചാപ്റ്റേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ഉൽപ്പത്തി ഓർക്കുക, ഉൽപ്പത്തി എന്ന് കേൾക്കുമ്പോൾ ജനസിസ് ഓർക്കുക. അങ്ങനെ 50 ഉൽപ്പത്തി ജനസിസ് എന്ന രീതിയിൽ നമുക്ക് ഓർത്തുവയ്ക്കാം. ഇനി അടുത്ത ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ പഠിച്ച അതേ പാറ്റേൺ തന്നെ ഇവിടെ ഉപയോഗിക്കാം. ആദ്യം 40 ചാപ്റ്റേഴ്സ്, പുറപ്പാട്, എക്സോഡസ്. അതായത് എക്സോഡസ് അഥവാ പുറപ്പാട് പുസ്തകത്തിൽ 40 അധ്യായങ്ങളുണ്ട്. അടുത്തത് 27 ചാപ്റ്റേഴ്സ്, ലേവ്യ പുസ്തകം, ലെവിറ്റിക്കസ്. അതായത് ലെവിറ്റിക്കസ് അഥവാ ലേവ്യ പുസ്തകത്തിൽ 27 അധ്യായങ്ങളുണ്ട്. അതിനാൽ ഇതും ഇതേ രീതിയിൽ ഓർത്തുവയ്ക്കാം. 40 പുറപ്പാട്, എക്സോഡസ്, 27 ലേവ്യ പുസ്തകം, ലെവിറ്റിക്കസ്. ഇങ്ങനെ അധ്യായങ്ങളുടെ എണ്ണം, മലയാളത്തിലേക്കുള്ള പുസ്തകത്തിന്റെ പേര്, ഇംഗ്ലീഷ് പേര് എന്ന പാറ്റേൺ എല്ലായ്പ്പോഴും ഒരേപോലെ ഉപയോഗിക്കുക. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ശരിക്കും ഓർമ്മയിൽ നിൽക്കാൻ ഒരു ചെറിയ മെത്തേഡ് ഉപയോഗിക്കാം. ഇതിന് 5 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേത് റീഡ്. ആദ്യം അത് ശ്രദ്ധിച്ച് വായിക്കുക. രണ്ടാമത്തേത് റിപ്പീറ്റ്. വായിച്ചതിന് ശേഷം അത് വീണ്ടും പറയുക. മൂന്നാമത്തേത് കവർ. ഇനി നോക്കാതെ പറയാൻ വേണ്ടി പുസ്തകമോ സ്ക്രീനോ കവർ ചെയ്യുക. നാലാമത് റീകാൾ. ഇപ്പോൾ ഓർമ്മയിൽ നിന്ന് പറയാൻ ശ്രമിക്കുക. അഞ്ചാമത് ചെക്ക്. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് വീണ്ടും നോക്കി പരിശോധിക്കുക. ഇങ്ങനെ റീഡ്, റിപ്പീറ്റ്, കവർ, റീകാൾ, ചെക്ക് എന്ന 5 സ്റ്റെപ്സ് ചെയ്യുക. നമ്മൾ പഠിക്കുന്ന 3 കാര്യങ്ങളും നമ്പർ, മലയാളം പേർ, ഇംഗ്ലീഷ് പേർ ഒരുമിച്ച് ഓർമ്മയിൽ വരുന്നത് വരെ ഇത് ആവർത്തിക്കുക. ഇനി ഈ പഠന രീതിയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കാം. നമ്മൾ ഓർമ്മിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ചാപ്റ്റർ കൗണ്ട്, അതായത് അധ്യായങ്ങളുടെ എണ്ണം. രണ്ടാമത്തേത് മലയാളം, അതായത് പുസ്തകത്തിന്റെ മലയാളത്തിലുള്ള പേര്. മൂന്നാമത് ഇംഗ്ലീഷ്, അതായത് അതിന്റെ ഇംഗ്ലീഷ് പേര്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ഒരു സ്ട്രോങ് മെമ്മറി യൂണിറ്റായി ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇത് ഒരു കോമ്പിനേഷനായി ഓർക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമാകും, ഓർത്തെടുക്കാനും എളുപ്പമാകും, കൂടുതൽ നന്നായി മനഃപ്പാഠമാക്കാനും കഴിയും. ഗോഡ് ബ്ലെസ് യു ആൾ.